പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവ് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്ത കർത്താവേ, നിന്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം, വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ,
വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയ ഒരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ, പല മക്കളുടെ ചില ഫോൺ വിളികൾക്ക് ശേഷം, ചില കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുടെ ദുഃഖങ്ങളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിന്റെ തിരുവാർന്ന വലത് കരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പക്ഷേ കൃപാസനത്തിൽ നിന്ന് അത് പറയുമ്പോൾ അതിന് വേറെ ഒരു ട്വിസ്റ്റിങ് വരും മിക്കവാറും. എന്താ പ്രശ്നം വെച്ചാൽ ഇന്ന് ധ്യാനിപ്പിച്ചപ്പോഴേ നമ്മുടെ ജെറമിയയില്ലേ, ജെറമിയ 2:13 എന്തെന്നാൽ എൻ്റെ ജനം രണ്ട് തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഇത് സാധാരണ ആഭിചാരം, കൂടോത്ര മന്ത്രവാദം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ചില ധ്യാനവേദികളിലൊക്കെ നമ്മളിത് കേൾക്കുന്നത് എപ്പോഴും. അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളാണ്, കാര്യം അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല വിഷയം. നമ്മൾ പൊട്ടക്കിണറെ കുഴിക്കുന്നതല്ല പ്രശ്നം. അതായത് ഇതെല്ലാം ഈ നമ്മുടെ ഒന്നാമത്തെ കൽപ്പനയുമായിട്ട് ലിങ്ക്ഡാണ്. ഒന്നാമത്തെ കൽപ്പന എന്താ? പുറപ്പാട് 20:2 അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ഇതുമായിട്ട് ലിങ്ക്ഡാണ്. ഏത്? നേരത്തെ പറഞ്ഞ ജെറമിയ 2:13 എന്താണ്? ജീവന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു, പകരം പൊട്ടക്കിണറുകൾ കുഴിച്ചു. ഇത് ഒരു ജന്മം ധ്യാനിക്കാനുള്ള വിഷയമാണ്. കാര്യം ഇതിനകത്ത് വരുന്ന ഒരു ഏറ്റവും വലിയ പ്രോബ്ലം ഈ പകരം, ദൈവത്തിന് പകരം ഒരു അതർ ഗോഡ് എപ്പോഴും ഇങ്ങനൊരു നിഴല് പോലെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതർ ഗോഡ്. അതർ ഗോഡെന്ന് പറയുമ്പോൾ ദൈവത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന, ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്ന സിമ്പിളാണ്. ദൈവവചനം അവോയ്ഡ് ചെയ്യുമ്പോൾ ദൈവത്തെ അവോയ്ഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാൻ ചില സമയത്ത് ഓർക്കുകയും ദൈവം എന്തോ ഒരു കരുണയുള്ളതാണ്. ദൈവത്തിൻ്റെ കരുണയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് മുഴുവനും. കാര്യം ദൈവത്തിൻ്റെ വചനങ്ങൾ, മിക്ക വചനങ്ങളും തന്നെ സിമ്പിളാണ്. വചനങ്ങൾ സിമ്പിളാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം മത്തായി 11:30 എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഇപ്പം കർത്താവിൻ്റെ കാലത്ത് യഹൂദന്മാരുടെ ജൂഡൈക് ലൈഫില്ലേ, ഭാരം കൂടിയതായിരുന്നു. അതാണ് ഈശോ അങ്ങനെ പറയണത്. ജൂഡൈക് യഹൂദന്മാരുടെ ജീവിത രീതികളും പിന്നെ ഭജന, ഈ റബികൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ തന്നെ ഓരോരുത്തരും വ്യാഖ്യാനിച്ച് അത് വചനം പാലിക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടുപോയായിരുന്നു. അതാണ് ഈശോ അത് പറയുന്നുണ്ട്, നിങ്ങൾ ദുർവാഹമായ ചുവടുകൾ. മത്തായി 23:4 അവർ
ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. റബിനിക് ലോ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഓരോരോ കാലം തോറും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? നിസ്സാര പ്രശ്നങ്ങളൊന്നുമല്ല. തന്ത്രപരമായിട്ട് ഒരു ദൈവ സംവിധാനത്തിനെ ഒരു പറ്റം ആൾക്കാർ ഹൈജാക്ക് ചെയ്യണമാണ് കാണുന്നത്. വെച്ചാൽ ഒരു മതത്തിൻ്റെ സത്യങ്ങളെ ഇതുമാത്രം സങ്കീർണമാക്കുന്നുവോ അപ്പോഴതനുസരിച്ചുകൊണ്ട് ഒരു പണിയില്ലാതെ ഇത് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായിട്ട് മൽപ്പിടുത്തം നടത്തേണ്ടി വരാതെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ വചനം പാലിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകും. നാട്ടിൽ നടക്കുന്ന കഴുതവണ്ടിക്കാരനും മത്സ്യത്തൊഴിലാളിക്കും മറ്റുള്ള കഠിനമായ രാത്രിയും പകലും ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാർക്ക് ഇത് പാലിക്കാൻ പറ്റാതെ വരും. ഇത് യഹൂദന്മാരുടെ ഇടയിലും വന്നു, ഇന്ത്യയിൽ നമ്പൂതിരിമാരുടെ ഇടയിലും വന്നു, നമ്പൂതിരി വെച്ച ബ്രാഹ്മിൺസിൻ്റെ ഇടയിലും വന്നു. അപ്പോൾ അത് വെച്ചാൽ ഒരു ന്യൂനപക്ഷ മതത്തിൻ്റെ ദൈവത്തെ തന്ത്രപരമായിട്ട് ഹൈജാക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ ഭാരം നിയമങ്ങളെ പെരുക്കിയും വ്യാഖ്യാനിച്ചും ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ പറ്റാത്ത രീതിയിൽ ആക്കി തീർക്കും. അതാണ് ഈശോ പറയണത്, നിങ്ങൾ വലിയ ഭാരം ജനങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈശോ പറയും, ഞാൻ ആ ഭാരം ലഘുവാക്കുകയാണ്. ആ ഭാരം ലഘുവാക്കുന്നതല്ല, എൻ്റെ മുഖം മധുരവും ഭാരം ലഘുവുമാണ്. അവിടെ എന്താണ് ഭാരമുള്ളത്? ഒരു ഭാരമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ സ്നേഹിക്കണമെന്നുള്ള ഒറ്റ സംഭവത്തിൽ ഈശോ ഇതെല്ലാം കൊണ്ടുവന്ന് ഒതുക്കും. ഇനി ആരെങ്കിലും ആരാണ് എൻ്റെ സ്നേഹിതൻ എന്ന് ചോദിച്ചാൽ അപ്പോൾ സമരക്കാരൻ്റെ കഥ കൂടി പറഞ്ഞിട്ട് കർത്താവ് സ്നേഹത്തിൻ്റെ സാർവജനീനത ഏറ്റവും കൂടുതൽ സഹായം എത്തുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കും. സിമ്പിളായിട്ടാണ്. അപ്പോൾ ബേസിക്കായിട്ട് മൗലികമായിട്ട് സ്നേഹമാണ്. അതുകൊണ്ട് ഈ മാർപ്പാപ്പമാർക്ക് ഈ കരുണയെക്കുറിച്ച് പറയുന്നതിൻ്റെ കാരണം ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ തന്നെ ഏറ്റവും ഉദാത്തമായ രൂപമാണ്. കാര്യം സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കരുണയ്ക്കും സ്നേഹത്തിനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കരുണ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണിക്കണതാണ്. അതിൻ്റെ അകത്ത് ഒന്നുമില്ല പ്രതീക്ഷിക്കാൻ. ആ ദൈവം നമ്മോട് കാണിച്ചതാണ്. സ്നേഹമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ അതൊരു ബയലാറ്റർ ഒരു റെസിപ്രോക്കലായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നവർക്ക് എപ്പോഴും സ്നേഹം കിട്ടണമെന്ന് ഉള്ള ഒരു ആഗ്രഹം അജ്ഞാതമായെങ്കിലും അവബോധ മനസ്സിലെങ്കിലും കാണും. അതൊരു മനുഷ്യപ്രകൃതിയാണ്. കരുണയ്ക്ക് അതൊന്നുമില്ല. കരുണ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ പറയണതേ, കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് എല്ലാവരുമൊക്കെ മനുഷ്യർക്ക് ചെയ്യുന്നുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ മുഖം മധുരമാണെന്ന് ഈശോ പറയണില്ലേ, ഭാരം ലഘുവാണെന്ന്. അപ്പം ഭാരം ലഘുവാണെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ലൈറ്റ് വെയിറ്റ് ആയിട്ട് അത് എന്തുമാത്രം സാധനമാണ്. പണ്ടൊക്കെ നമ്മൾ ഇസ്തിരി എടുത്ത് 10 കിലോ ഉള്ള തേപ്പോട്ടിയുടെ അകത്ത് ചിട്ടക്കല്ലൊക്കെ പൊട്ടി അത് പൊക്കി പിടിച്ച് കുറച്ച് എന്ത് ആയാസത്തിലാണ് തുണി തേക്കണത്. ആ സമയത്ത് ഇപ്പോഴെന്താ പറ്റണത്? ഓൺലൈനിൽ മേടിക്കുന്ന തേപ്പൊട്ടി കൊണ്ട് ചുമ്മാ ഇങ്ങനെ ചൂട് അഴയിലിട്ട് തേച്ചുകളെ. അപ്പം ഭാരം ലഘുവായി, സിമ്പിളായി, ലൈറ്റ് വെയിറ്റായി. അപ്പം ലൈറ്റ് വെയിറ്റ് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകത്ത ശരിക്കും. അപ്പം ഭാരം ലഘു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അന്തസത്യം എന്ന് പറയണത്, നമ്മൾക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, അനോയിൻറ്റിങ് കിട്ടിയാൽ മതി. അതാണ്. അല്ലാതെ നമുക്ക് കർത്താവിൻ്റെ ഏത് കൽപ്പനയും പാലിക്കാം, പാപമില്ലാതെ ജീവിക്കാം, അതൊക്കെ വലിയ ഭാരമുള്ള പരിപാടികളില്ല. പക്ഷെ എന്താണ്, ഇതിൻ്റെ അനോയിൻറ്റിങ് കിട്ടണം.
എപ്പോഴും നമ്മളെപ്പോഴും ഈ നിങ്ങളെ നിശബ്ദ ധ്യാനത്തിലെങ്കിലും അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ പാപം ചെയ്യാതിരിക്കാനും പുണ്യത്തിൽ പുരോഗമിക്കാനും എപ്പോഴും നമുക്ക് വേണ്ടത് ഇതിനെ ലഘുവാക്കുന്ന അനോയിൻറ്റിങ്ങാണ്. ആ ദേവസ്വം കൂടി വരുമ്പോൾ അനോയിൻറ്റിങ് താനേ വരും. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ ദൈവപിതാവിനും ദൈവകുമാരനും പരിശുദ്ധാത്മാവാം ദൈവത്തിനും കോടാനുകോടി മഹത്വവും ആരാധനയും സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷൈനി. വയനാട് പുൽപ്പള്ളി മരകാവ് സെൻറ് തോമസ് ചർച്ച് ഇടവാകാംഗമാണ്. ഞാൻ ആദ്യമായി കൃപാസന മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് 2022 നവംബർ 25-ാം തീയതിയാണ്. എൻ്റെ ഒരു കസിൻ സഹോദരി ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ഉടമ്പടി എടുക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്തു. ഉടനെ ഞാൻ യൂട്യൂബ് എടുത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഇത്രയും കാലമായിരുന്നിട്ടും പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഉടനെ തന്നെ ഞാൻ നവംബർ 27-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ 3 മണി പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവപ്പെട്ടു. തുടർന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ ഇന്തോനേഷ്യയിലൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പരീക്ഷ സമയമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് രാവിലെ 10 മണിക്ക് ഞാൻ സ്കൂട്ടർ ഓടിച്ച് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്ന് ഒരു കാറ് വന്ന് എന്നെ ഇടിച്ചിട്ടു. ശക്തമായി ഞാൻ തെറിച്ച് വീണു. അതിശക്തമായ വേദനയായിരുന്നു ശരീരത്തൊക്കെ. ഞാൻ നോക്കുമ്പോൾ സ്കൂട്ടർ 2-3 പീസായിട്ട് കിടക്കുന്നു. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം അവിടെ ദേശരാജ്യത്ത് ഒരു അപകടം നടന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ല, ഇടിച്ചിട്ട് വണ്ടി ഓടിച്ചു പോവുകയുള്ളൂ. എന്നാൽ അവർ വലിയ കരുണയോടെ എന്നോട് പെരുമാറി എത്രയും വേഗം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകുവാനും എൻ്റെ സ്കൂളിൽ നിന്ന് അധികൃതർ വരുന്നത് വരെ എന്നോട് കൂടെ ആയിരിക്കുവാനും സഹായിച്ചു. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഞാൻ അനുഭവത്തിലൂടെ അനുഭവിക്കുകയായിരുന്നു. അതുപോലെ തന്നെ 28 വർഷങ്ങളായിട്ട് വേരിക്കോസ് വൈനിൻ്റെ വേദന മൂലം ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിരുന്നു. കുറച്ച് സമയം എനിക്ക് നിന്നാൽ ഉടനെ ഇരിക്കണമെന്ന് തോന്നും. അതുപോലെ വളരെ അതിശക്തമായ കാൽവേദനയും കട്ടുകഴുപ്പും മൂലം ഞാൻ ഒത്തിരി നാളുകളായി വേദന അനുഭവിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ 6 മാസത്തിന് ശേഷം ഞാൻ 2023 മെയ് 28-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപൂർവ്വം ഉപയോഗിക്കുകയും മുടങ്ങാതെ കൃപാസന പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം പൂശുകയും വെഞ്ചരിച്ച ഉപ്പ് കഴിക്കുകയും ആ നിരന്തരമായ പ്രാർത്ഥനയും വഴി എനിക്ക് എൻ്റെ ആ വേരിക്കോസ് വെയിന് മൂലമുള്ള ആ വേദന പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇപ്പോൾ എത്ര സമയം നിന്നാലും എനിക്ക് യാതൊരു കാല് കട്ടുകഴപ്പോ വേദനയോ ഒന്നും അനുഭവിക്കാറില്ല. പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ 27 വർഷമായിട്ട് എനിക്ക് എല്ലാ മാസവും സൈനസൈറ്റിസിൻ്റെ ബുദ്ധിമുട്ട്, ടോൺസിലൈറ്റ്സ്, ഒരു ജലദോഷം വന്നാൽ മൂക്കടച്ചിട്ട് ശ്വാസം മുട്ടി ഉറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അത്ഭുതകരമായി എന്നവണ്ണം ഈശോ പരിശുദ്ധ അമ്മ വഴി എന്നെ സൗഖ്യപ്പെടുത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തി. എല്ലാ മാസവും മുടങ്ങാതെ ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിരുന്ന ഇന്ന് ഞാൻ മരുന്നേ കഴിക്കാറില്ല. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്തു തന്ന ഈ വലിയ സൗഖ്യത്തിന് ഞാൻ ഈശോയ്ക്ക് കൊടാനുകൂടി നന്ദിയും മഹത്വം ആരാധനയും സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്തോനേഷ്യയിൽ ഒരു കേംബ്രിഡ്ജ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വചനം പ്രഘോഷിക്കുവാനും ഈശോയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒത്തിരിയേറെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 3-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അവിടെ കൂടുതലും കാത്തലിക് സ്റ്റുഡൻസ് കുറവാണ്. എന്നാൽ എന്നോട് ചോദിച്ചു അവർക്ക് വേദപാഠം പഠിപ്പിക്കാവോന്ന്. ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അവിടെ അവരുടെ കുടുംബങ്ങളിലൊന്നും ജപമാല പ്രാർത്ഥനയില്ല, കുരിശുവരെയൊന്നുമില്ല. അപ്പം ഞാൻ കുട്ടികളോട് ചോദിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ആ കുട്ടികൾക്ക് വചനം പറഞ്ഞു കൊടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ തുടങ്ങി. അത്ഭുതകരമാം എന്നവണ്ണം തന്നെ എനിക്ക് ബോധ്യമായി. കുട്ടികളുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. പിന്നെ എല്ലാ ആഴ്ചയും അവർ ജപമാല കൊണ്ടുവരും. മുടങ്ങാതെ ഞങ്ങളങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് തുടങ്ങുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോയെ ഈ കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനവും ജപമാല ഭക്തിയും ഒക്കെ പ്രചരിക്കുവാനായിട്ട് പാപിയ എന്നെ തിരഞ്ഞെടുത്ത് ഉപയോഗിച്ചതിനെ ഓർത്ത് ഞാൻ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായി. ഇത്രയും കാലമായിട്ട് മുടങ്ങാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം, അതും കർത്താവിൻ്റെ ഒരു ഇടപെടലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു.
ദേവാലയത്തിൽ നിന്ന് അരമണിക്കൂർ ദൂരെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. എന്നാൽ അത്ഭുതകരമാം എന്ന വണ്ണം എൻ്റെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് തന്നെ എനിക്ക് താമസം മാറുവാനും 2022 ഡിസംബർ മാസം മുതൽ ഇന്നേ വരെ മുടങ്ങാതെ എന്നും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആരാധിക്കുവാനുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മ എനിക്ക് ഒരുക്കി തന്നു. മാത്രമല്ല പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും അമ്മ എൻ്റെ കൂടെയുണ്ട്, എപ്പോഴും എനിക്ക് സംരക്ഷകയായി എന്നെ അനുദിനം നിത്യരക്ഷയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്നോളം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്ഷിപ്രകോപികളായും പരസ്പരം കലഹിച്ചും ഒക്കെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശാന്തതയും സൗമ്യതയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അത് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. അത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, പരിശുദ്ധ അമ്മ തിരുക്കുമാരനും ചോദിച്ചു തന്ന വലിയൊരു കൃപയും കരുണയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നോളം മരണം വരെയും ഈ ഉടമ്പടി ജീവിതം നയിക്കുവാനും പരിശുദ്ധ അമ്മയിൽ വിളങ്ങി നിരുന്ന പുണ്യ സുഹൃതങ്ങളാൽ നിറഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മുടങ്ങാതെ 8 മണിക്കാണ് ക്ലാസ്, 2 മണിയാകുമ്പോൾ ക്ലാസ് കഴിയും. ക്ലാസ് കഴിഞ്ഞ് വന്ന് രാത്രി വരെ മുടങ്ങാതെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനും വചനം വായിക്കുവാനും ആത്മീയ അനുഭൂതിയിൽ ഈശോയെ അനുഭവിച്ചറിയുവാനും തക്കവിധം പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തി. ആ ചൈതന്യവും കൃപയും എൻ്റെ സുഹൃത്തുക്കളിലേക്കും സഹപ്രവർത്തകരിലേക്കും എൻ്റെ കുഞ്ഞുമക്കളിലേക്കും ഒക്കെ പങ്കുവെക്കാനും എനിക്ക് സാധിക്കുന്നു. ഇത്രയും അധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ ഈശോയ്ക്ക് കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. കർത്താവ് എന്നിൽ ചൊരിഞ്ഞ ഇത്രയേറെ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം നൽകും? രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. അനവരതം അവിടുത്തെ പാടി സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6 ഷൈനി ജോസഫ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ദൈവത്തിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത്. ഈ മകളുടെ ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും ഒരു സംരക്ഷണമാണ് ആക്സിഡൻ്റ് സമയത്ത് നമ്മൾ കണ്ടത്. ദൈവം നമ്മളെ വാരി ചേർത്ത് പിടിക്കുന്ന ഒരനുഭവമാണ് ഓരോ മക്കളും ഇവിടെ വന്ന് ഷെയർ ചെയ്യുന്നത്. ഉടമ്പടി എടുത്ത മക്കളുടെ കൂടെ ഈശോയും അമ്മയും കൂടെ ഉണ്ടെന്ന് ഉള്ള സംരക്ഷണത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് നമ്മൾ പലപ്പോഴും ഇവിടെ കേൾക്കാറുള്ളത്. പിന്നീടാണ് ഈ മകൾ പറഞ്ഞത് മകളുടെ രോഗസൗഖ്യത്തിൻ്റെ കാര്യം. വർഷങ്ങൾ പഴക്കമുള്ള രോഗങ്ങളാണ്. 27 വർഷം പഴക്കമുള്ള വെരിക്കോസിൻ്റെ അസുഖവും 28 വർഷം പഴക്കമുള്ള സൈനസൈറ്റിസും പിന്നെ ഉണ്ടായിരുന്ന വയറുവേദനയും ഗ്യാസ്ട്രിക്കും. ഈ രോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിൽ കൂടി ലഭിച്ച അമ്മ കൊടുത്ത ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചാണ് ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ. ദൈവം തനിക്ക് നൽകിയ കരുണയും സൗഖ്യത്തിൻ്റെയും കാര്യങ്ങളെല്ലാം മറച്ചു വയ്ക്കാതെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഈ മകൾ ഇവിടെ നിന്ന് നിൽക്കുന്നത്. മകൾ പറഞ്ഞതുപോലെ ഇന്തോനേഷ്യയിലെ ടീച്ചറായിട്ട് ജോലി ചെയ്യുമ്പോൾ അവിടെ മതപരമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ ഉള്ള സൗകര്യമില്ല, അവസരമില്ല. എങ്കിലും ഈ മകൾ താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ടൊരു ചെറിയ മാറ്റമെങ്കിലും വരുത്തുവാൻ ആഗ്രഹിച്ചു. വചനം പറഞ്ഞു കൊടുക്കുവാനും ഈശോ അമ്മയെപ്പറ്റി പറയുവാനും അവരെ നല്ലൊരു ദൈവസ്നേഹത്തിലേക്ക് വളർത്തുവാനും ഈ മകൾ പരിശ്രമിച്ചു. അതുപോലെ തന്നെ മക്കളുടെ ജീവിതത്തിൽ, ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ ഈ മകൾക്ക് സാധിച്ചു. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹത്തിൽ ഈശോ അമ്മയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദേവാലയത്തിനടുത്ത് തന്നെ ഒരു വീട് നൽകി എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുവാനുള്ള അവസരം നൽകി ഈശോ അവരെ അനുഗ്രഹിച്ചു. ഉടമ്പടി ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുള്ള ജീവിതത്തിലൊരു മാറ്റമാണ് ജീവിതത്തിലെ ശാന്തവും സൗമ്യതയും എല്ലാം സമാധാനപരമായി എല്ലാ കഷ്ടതകളും ദുഃഖങ്ങളുമെല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് ലഭിക്കുന്നതാണ് ഉടമ്പടിയിൽ കൂടി. ഈ മകൾ പറഞ്ഞ പോലെ കുടുംബത്തിൽ നല്ലൊരു ശാന്തതയും സന്തോഷവും സമാധാനവും ഉടമ്പടി ജീവിതത്തിൽ നയിക്കുമ്പോൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഇതെല്ലാം സാധ്യമാകുന്നത് ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണ്. ഒരിക്കലും ഈശോയുടെ അമ്മയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി മക്കളെല്ലാം ഉടമ്പടിയിൽ ജീവിതത്തിൽ ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് നമുക്ക് കൂടുതൽ നമ്മുടെ സ്നേഹം ആഴപ്പെടുത്തി ഈശോയുടെ കൂടുതൽ ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച ഈ രോഗസൗഖ്യത്തിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും
നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് നീതു ജോൺ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ഈ ആൾത്താരെ വന്നു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്ന കൃപാസന മാതാവിനും ഉണ്ണീശോയ്ക്ക് ഒത്തിരി നന്ദി. ഞാൻ നവംബർ 19, 2023 ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു BSc നേഴ്സാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കൊരു ഗവൺമെൻറ് ജോബ് വേണം എന്നുള്ളത്. ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് PSC എക്സാം മുതൽ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ജോലി കിട്ടിയില്ല. എൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധിയായി പോവുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് അപ്പോൾ എനിക്ക് DME സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയിൽ തന്നെ ജോലി തരണമെന്ന് മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി തീരാൻ നവംബർ 15 തീരുമായിരുന്നു. അതിന് മുന്നേ നവംബർ 11 എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ 10-ാം തീയതി എനിക്ക് PSC നിന്ന് അഡ്വൈസ് വന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ തന്നെ മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്ന അഡ്വൈസ് ആയിരുന്നു ഇത്. DME സ്റ്റാഫ് നേഴ്സ് എന്ന തസ്തികയിൽ ജോലിക്ക് വേണ്ടിയുള്ള അഡ്വൈസ് ആയിരുന്നു അത്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ റാങ്ക് 1519 ആയിരുന്നു. അമ്പതിനായിരത്തിലധികം ആൾക്കാർ എഴുതിയതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് EWS എന്ന ടേൺ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ കുട്ടികൾക്ക് ജോലിക്ക് കയറുന്ന സമയത്ത് പുതിയ EWS സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച ശേഷം ആ കുട്ടികൾ അതുപോലെ അതിന് വേണ്ടി ഗവൺമെൻറ്റിൽ അതുപോലെ ഹൈക്കോടതി വരെ കേസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത സമയത്തുള്ള സർട്ടിഫിക്കറ്റ് മതി എന്നൊരു അനുകൂല നിലപാടെടുത്തു. അത് എനിക്കും എന്നെപ്പോലെ ഒത്തിരി കുട്ടികൾക്ക് ജോലിക്ക് കയറുന്നതിന് പ്രയോജനകരമായി. അതുപോലെ എനിക്ക് അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതിനാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി തീർന്ന് ഞാൻ 4-ാം ഉടമ്പടി പുതുക്കാനായിട്ട് പിറ്റേ ദിവസം നവംബർ 16 ഇവിടെ വന്നു. അപ്പം ഞാൻ അതൊരു നിയോഗമായിട്ട് അതും ഇവിടെ വെച്ചു. അത് ഡിസംബർ 5-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആയിരുന്നു. അങ്ങനെ ഡിസംബർ 8-ന് അതിൻ്റെ അൽഫനോൾഫസ് അന്ന് എനിക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഇങ്ങനെ മാതാവ് എനിക്ക് ഉടമ്പടി എടുത്തുന്നതിനനുസരിച്ച് എനിക്ക് ഓരോരോ നിയോഗങ്ങൾ മാതാവ് എനിക്ക് സഹായിച്ച് തന്നുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പ്രശ്നപ്രവർത്തന ചെയ്യുന്നത് ഇവിടുത്തെ കൃപാസനം ഭദ്രം ബസ് സ്റ്റോപ്പ്, കോട്ടയം മെഡിക്കൽ കോളേജ്, അതുപോലെ ഓട്ടോസ്റ്റാൻഡിൽ വിതരണം ചെയ്തിരുന്നു. അങ്ങനെ കാരുണ്യ പ്രവർത്തികളായിട്ട് എനിക്ക് പറ്റുന്നോളം മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു. എൻ്റെ മുന്നിൽ മാതാവ് എപ്പോഴും ആരെങ്കിലുമൊക്കെ കൊണ്ട് എത്തിക്കുമായിരുന്നു. പൈസ ആയിട്ട് അങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള സഹായങ്ങൾ ഞാൻ ചെയ്തിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം എന്ന തിരുവചനം ഞാൻ ഒരു നോട്ട്ബുക്കിൽ മാതാവിൻ്റെ തൈലം തൂത്ത ശേഷം 1000 പ്രാവശ്യം എഴുതുമായിരുന്നു. പിന്നെ എൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ പേര്, കാറ്റഗറി നമ്പർ, അഡ്വൈസൊക്കെ വെച്ച് ഞാൻ മാതാവിൻ്റെ കാശ് രൂപ ഒരു ഫയലിൽ വെച്ചിട്ട് എന്നും പ്രാർത്ഥിക്കുകയാണ്. രാവിലെയും വൈകിട്ടും അതെടുത്ത് വെച്ച് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്ക് അത് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായിട്ട്, വൈകിട്ട് കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കാനായിട്ട്, അങ്ങനെ ഒരു കൃപാസന ഉടമ്പടിയിൽ അങ്ങനെ ഒരു ഇതെനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, പിന്നെ ദിവസം പ്രാർത്ഥനയല്ലാതെ പള്ളിയിൽ പോകാനായിട്ട്, ബൈബിൾ വായിക്കാനായിട്ട്, അങ്ങനെ ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് എനിക്ക് കൃപാസന ഉടമ്പടി സഹായിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന എൻ്റെ കൃപാസന മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദി. 1 ദിനവൃത്താന്തം 5:20 ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. നീതു ജോൺ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഏറെ ഗൗരവമുള്ള 3 അനുഭവങ്ങൾ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തേതൊരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. അതേറെ ക്ലേശത്തോടെ ഒരു കുഞ്ഞില്ലാതെ വിഷമിച്ച കുടുംബം അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾ സൂചിപ്പിച്ചതുപോലെ ഉടമ്പടി പുതുക്കിയ അവസരത്തിൽ പിന്നീട് തിരിച്ചറിയുന്നത് തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് വളരുന്നു എന്ന സന്തോഷമാണ്. ആ ഉടമ്പടി ഓരോന്ന് പുതുക്കുമ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഒരു റീകമ്മിറ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ഞാൻ ജീവിച്ചതിൽ എന്തെങ്കിലും അപാകത വന്നുവെങ്കിൽ അതുകൂടി തിരുത്തി കൂടുതൽ വിശ്വസ്തയോടുകൂടി എൻ്റെ ഉടമ്പടി ഞാൻ ജീവിക്കാം, തീഷ്ണതയോടെ ജീവിക്കാം, ദൈവസ്നേഹത്തോടെ ജീവിക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാമെന്ന് നാം ഒരു റീകമ്മിറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഓരോ ഉടമ്പടി പുതുക്കലിലും. അതുകൊണ്ട് തന്നെ ഉടമ്പടി പുതുക്കുന്നു എന്നതിൻ്റെ അർത്ഥം നമ്മൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കുവാൻ ജീവിതത്തിൽ വീണ്ടും തീരുമാനമെടുത്തു എന്നത് തന്നെയാണ്. മകൾ അതാണ് തൻ്റെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നത്. ഓരോ തവണ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഓരോ മേഖലകളെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു. ആദ്യത്തത് കുഞ്ഞിന് വേണ്ടിയുള്ള ദീർഘനാളായുള്ള കാത്തിരിപ്പ്, അതിന് ഡോക്ടർമാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുവെങ്കിലും അതൊന്നും ഫലമണിയാതെ വീണ്ടും 1.25 വർഷത്തോളം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ട് ലഭിക്കാതിരുന്ന സമയത്ത്
അമ്മയുടെ അരികിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിക്കുകയും അത് ഉദരഫലം ദൈവത്തിൻ്റെ ദാനം എന്ന തിരുവചനം നിരന്തരം എഴുതിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവം അറിയാതെ ഒരു കുഞ്ഞു പോലും ഉദരത്തിൽ ഉരുവാകുന്നില്ല എന്ന വിശ്വാസത്തിൽ ദൈവകരങ്ങളിലേക്ക് ആ നിയോഗത്തെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കുഞ്ഞിനെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് നൽകിയതാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. മകൾ പറഞ്ഞു 50,000 പേരിലേറെ എഴുതിയൊരു പരീക്ഷ ഓപ്പൺ സ്റ്റേറ്റ് പരീക്ഷയായിരുന്നു. അതിൽ മകൾ പറയുന്നുണ്ട് അതിലൊരു ജോലിക്ക് വേണ്ടിയുള്ള റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചേരുക എന്നത് ഏറെ ശ്രമകരമായിരുന്നു. എങ്കിലും അമ്മ മാതാവ് അടുത്ത ഉടമ്പടി പുതുക്കുന്ന സമയത്ത് മകൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹവും അറിവുമായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ മകൾ ഉണ്ടെന്നും അഡ്വൈസ് മകൾക്ക് ലഭിക്കുമെന്നുള്ള ഒരു അറിവ്. അതാണ് മകൾ പറയുന്നത്, ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും എൻ്റെ ഉടമ്പടി ജീവിതവും വിശ്വാസ ജീവിതവും നിരന്തരം വളർന്നുകൊണ്ടിരുന്നു. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച് ഉണരുവാനും ഉറങ്ങുവാനും ദൈവവചനം അറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ വായിക്കുവാനും ഓരോ പ്രാർത്ഥനയിലും അതുപോലെ എഴുതുന്ന പരീക്ഷകളാവട്ടെ അതിനുവേണ്ടി ലഭിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആവട്ടെ ഓരോന്നും അമ്മ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് കാശുരൂപം ചേർത്ത് പിടിച്ച് ദൈവശക്തിയാൽ ഇതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നൊരു മനസ്സിലേക്ക് എൻ്റെ ജീവിതം മാറി. അതാണ് മകൾ പറയുന്നത്. ഉടമ്പടി പുതുക്കി അവൾക്ക് അഡ്വൈസ് കിട്ടി. അപ്പോൾ ഉള്ളൊരു വിഷയം, കേരളത്തിൽ എവിടെ വേണമെങ്കിലും ജോലി കിട്ടാം. അവിടെയാണ് മകൾ മൂന്നാമത്തെ ഒരു നിയോഗം പോലെ അമ്മയോട് പറയുന്നത്, വീടിനടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ മകൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടിയുള്ളൊരു നിയോഗം സമർപ്പിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ക്ലെയിമൊന്നുമില്ല, അവിടെ കിട്ടണമെന്ന് യാതൊരു അവകാശവുമില്ല, എവിടെ വേണമെങ്കിലും കൊടുക്കാനാവുന്ന ആ ഒരു ജോലി മകൾ പറയുന്നുണ്ട്. അടുത്ത തവണ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ മകൾക്ക് ലഭിച്ച അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ DMEയിൽ അവിടെ ജോലിയായിട്ട് അപ്പോയിൻമെൻറ്റാണ് മകൾക്ക് നൽകുന്നത്. ഉടമ്പടി എപ്പോഴും നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊണ്ടിരിക്കും, വഴികളെ തുറന്നുകൊണ്ടിരിക്കും. ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ വിശുദ്ധീകരിച്ച് നമുക്ക് ജീവിതം കൂടുതൽ സംരക്ഷിതമായി അനുഗ്രഹമായി സന്തോഷമായി നയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവിക അനുഭവങ്ങളെ കൈമാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഉടമ്പടിയുടെ ഓരോ കാര്യത്തോടും പുലർത്തുന്ന വിശ്വസ്തതയാണ് വലിയ നന്മകൾ നമ്മുടെ കഴിവിനപ്പുറം നമ്മുടെ ചിന്തയ്ക്കപ്പുറം ദൈവകൃപയാൽ നമുക്ക് അനുവദിച്ച് കിട്ടുന്നതിന് എപ്പോഴും കാരണമാവുക. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. അസാധ്യമെന്ന് കരുതിയ സന്താന സൗഭാഗ്യം ദൈവകൃപയാൽ കുടുംബത്തിന് മകൾക്ക് അനുഗ്രഹമായി അമ്മ മാതാവ് നൽകി. ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം അത് സന്തോഷത്തോടെ അമ്മ സബലീകരിച്ചു. അത് ഏറെ അലയാതെ ഏറെ ദൂരം സഞ്ചരിക്കാതെ വീടിന് അടുത്ത് വേണമെന്ന ഒരാഗ്രഹത്തെ കൂടി അമ്മ മാതാവ് കണക്കിലെടുക്കുകയും അത് അംഗീകരിച്ച് പരിഗണിക്കുകയും തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിന് ഇണങ്ങിയ വിധം അത് മകൾക്ക് അനുഗ്രഹമായി കൈമാറുകയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എന്നും പ്രത്യാശയുടെ മനുഷ്യരായി നമ്മളെ വളർത്തുകയാണ്. ഉടമ്പടി എന്നും നമ്മുടെ കരം അമ്മ മാതാവ് പിടിച്ചിട്ടുണ്ട്. അമ്മ നമ്മളെ വഴി നടത്തും. നമുക്ക് ശുഭകരമായതും ജീവിതത്തിന് സുരക്ഷിതമായതും അമ്മ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും എന്ന വലിയൊരു ആത്മബലം ഉടമ്പടി കൈമാറുകയാണ്. അതിൻ്റെ അനുഭവങ്ങളെ ഈ മകൾ സന്തോഷത്തോടെ നന്ദിയോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ എന്നെ കുടുംബത്തെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് രാജി തോമസ്, ഇതെൻ്റെ ഭർത്താവ് സൈമൺ, ഇതെൻ്റെ മകൾ എലി. ഞങ്ങൾ വയനാട് കാപ്പങ്കുലിയിലാണ് വീട്. ഞങ്ങളിപ്പം വരുന്നത് കാനഡയിൽ നിന്നാണ്. 3 വർഷമായി കാനഡയിലായിട്ട്. ആദ്യമായി ഞങ്ങൾ 2020 കാനഡ PR-ന് വേണ്ടി അപ്ലൈ ചെയ്ത് കോവിഡ് സംഭവിച്ചത് കൊണ്ട് 1.5 വർഷത്തെ ഡിലേ ആയി ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടാനും വേണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ വിഷമിച്ച് ഞാൻ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ദുഃഖപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് കൃപാസനത്തിലെ അഖണ്ഡ ജപമാല കാണുവാനിടയാവുകയും അത് കണ്ട് വളരെയധികം സമാധാനവും സന്തോഷവും എന്തെന്നില്ലാത്തൊരു സമാധാനം എൻ്റെ ഉള്ളിൽ നിറയുകയും എനിക്ക് കൃപാസനം എന്താണെന്ന് അറിയണമെന്നും ഉടനെ തന്നെ ഇവിടെ എത്തണമെന്നും എനിക്ക് തീവ്രമായി തോന്നുകയും ഞാൻ അതിന് പ്രകാരം ഇവിടെ കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്തു. ഓൺലൈനിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നവംബർ 2021 ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിന് ഫലമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് റീമെഡിക്കൽ റിക്വസ്റ്റ് വരികയും പാസ്പോർട്ട് PPR എന്ന് പറയുന്ന കൺഫർമേഷൻ ലെറ്റർ ഫോർ PR COPR എല്ലാം ഞങ്ങൾക്ക് ജാനുവരി 2022 വരികയും അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ സാക്ഷിയാക്കി ഉയർത്തുകയും ചെയ്തു. അതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.
പിന്നീട് ഞാൻ മാർച്ച് 26, 2022 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിൽ പ്രധാനമായും വെച്ചിരുന്ന ഒരു നിയോഗം, ഞങ്ങൾക്ക് അവിടെ ചെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് സർവൈവൽ ജോബ് ചെയ്യേണ്ട അവസ്ഥ വരാതെ സെയിം ഫീൽഡിൽ നല്ലൊരു കമ്പനിയിൽ ജോലി, ഞങ്ങൾ IT ഫീൽഡാണ്, നല്ലൊരു കമ്പനിയിൽ ജോലി ഹസ്ബൻഡിന് ലഭിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ ഒരു റെഫറൽ വഴിയായി ഒരു മാനേജർ ഹസ്ബൻഡിനെ വിളിക്കുകയും ഒരു ഓപ്പണിങ്ങിന് ചാൻസ് ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അതിന് പ്രകാരം ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരികയും കോൺട്രാക്ട് ബേസിസിൽ ഒരു വർഷത്തേക്ക് കോൺട്രാക്റ്റ് എന്നുള്ള രീതിയിൽ ഒരു ജോബ് ഹസ്ബൻഡ് സൈമണിന് കിട്ടുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂ പോയ സമയത്തെല്ലാം ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പും നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് പ്രത്യേകമായി അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അതിന് ഫലമായി വളരെ ഈസി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയി. വളരെ വലിയൊരു MNC ആണ്, പക്ഷെ വളരെ ഈസി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഹസ്ബൻഡിനുണ്ടായിരുന്നത്. ആ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് മനസ്സിലേക്ക് ആൻസേഴ്സ് വന്നത് എന്ന് ഹസ്ബൻഡിന് പോലും അറിയാത്ത രീതിയിൽ അമ്മ ഗൈഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സാവുകയും വളരെ നിസ്സാരമായ ഒരു പുഷ്പം പറിക്കുന്നത് പോലെ വളരെ നിസ്സാരമായി ഞങ്ങൾക്ക് അത്രയും വലിയൊരു കമ്പനിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ലൊരു സാലറിയിൽ ജോബ് കിട്ടി. അതിനുശേഷം 4 മാസങ്ങൾക്ക് ശേഷം വലിയൊരു IT റിസഷൻ കാനഡയിൽ വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മാനേജറും HR പറഞ്ഞു. ആ സമയത്ത് വളരെ അത്ഭുതകരമായി അതേസമയം 3 പെർമനൻ്റ് എംപ്ലോയീസ് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ആ ടീമിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ഹസ്ബൻഡിന് അവിടെ ഒരു പെർമനൻറ്റ് പൊസിഷൻ അമ്മ മാതാവ് തിരുക്കുമാരൻ വഴിയായി ഓപ്പൺ ആക്കി തരികയും അങ്ങനെ കോൺട്രാക്ട് പൊസിഷൻ എന്നുള്ളത് ഉയർത്തി പെർമനൻറ്റ് പൊസിഷനിലേക്ക് സൈമണ് മാറ്റം കിട്ടുകയും ചെയ്തു. അതിന് കോടാനുകോടി എത്ര നന്ദി പറഞ്ഞാലും അമ്മ മാതാവിനും തിരുക്കുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം ഐസിയ 30:21 പ്രകാരം നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറഞ്ഞ് ഗൈഡ് ചെയ്ത് അമ്മ മാതാവ് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിച്ചു ഈ കാലം അത്രയും. മൂന്നാമതായി ഞങ്ങൾ ആദ്യമായി കാനഡയിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്രം ഡൽഹി മിസ്സായി. അപ്പോൾ വളരെയധികം കോവിഡ് കാലത്തിന് ശേഷം വളരെയധികം എയർപോർട്ടെല്ലാം ഫുള്ളി പാക്ഡ് ആയിരുന്നു. ഒരു സീറ്റ് പോലും ക്യാൻസൽ ആവാൻ ഇല്ലാത്ത അവസ്ഥയിൽ പെട്ടെന്ന് എല്ലാ ലഗേജും കൊച്ചിനെയൊക്കെ ആയിട്ട് വളരെ കഷ്ടപ്പെട്ടു പോകും എന്നുള്ള അവസ്ഥയിലെത്തി. ഞാൻ ഉടനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പെട്ടെന്ന് ആ കൗണ്ടറിലിരുന്ന ഒരു ക്രൂ മാറി വേറൊരു വളരെ സൗന്ദര്യമുള്ളൊരു സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഒരു ലേഡി ആ കൗണ്ടറിലേക്ക് വരികയും എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞങ്ങളോട് മാത്രമായി ചോദിക്കുകയും ഉടനെ തന്നെ സിസ്റ്റത്തിൽ നോക്കി 2 hours ശേഷം മോൺട്രിയാലിലേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിൽ അഡ്ജസ്റ്റൻ്റായിട്ട് അടുപ്പിച്ച് 3 സീറ്റ്സ് ഉണ്ട് എന്ന് പറയുകയും ചെയ്തു. അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്കും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ അത്ഭുതകരമായി ഞങ്ങളെ വളരെ പ്രയാസം ആകാവുന്ന സാഹചര്യത്തിൽ നിന്ന് അമ്മ മാതാവ് ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ അമ്മയുടെ നീലക്കാപ്പിൽ പൊതിഞ്ഞ് കാത്ത് സംരക്ഷിച്ചു. കൂടാതെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇമിഗ്രൻസ് ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ അറിയാം റെൻറ്റൽസ് കിട്ടാൻ ഭയങ്കര പാടാണ്, താമസ സൗകര്യം കിട്ടാൻ. പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു ഏരിയയിൽ തന്നെ ജോബ് ഉള്ള കമ്പനീൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു സ്കൂൾ, നല്ല റേറ്റിംഗുള്ള സ്കൂളിൽ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സ്കൂൾ സോണിൽ തന്നെ ഒരു ഭവനം ലഭിക്കുകയും നല്ല കാത്തലിക് സ്കൂളിൽ തന്നെ എലേനെ വിടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അമ്മ മാതാവ് തിരുക്കുമാരൻ വഴിയായി അത്ഭുതകരമായി ചെയ്തു തരികയും ചെയ്തു. കൂടാതെ എനിക്ക് 1 വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ജോബ് കാനഡയിൽ ലഭിക്കുകയും എനിക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഭയങ്കര പാടാണ്. പക്ഷേ എനിക്ക് അമ്മ മാതാവിൻ്റെ കാരുണ്യാൽ എനിക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് ലഭിക്കാനുള്ള കൃപ അമ്മ തന്നു. കൂടാതെ ഈ സാക്ഷ്യങ്ങളിൽ പറയാത്ത വളരെയധികം അനുഗ്രഹങ്ങളും കൃപകളും രോഗസൗഖ്യങ്ങളും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ കുടുംബാംഗങ്ങൾക്കും അനുദിന ജീവിതത്തിൽ അമ്മ ഞങ്ങളെ വഴി നടത്തി കൂടെ കൊണ്ട് നടക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായി ഞങ്ങളുടെ നടന്ന് മുന്നോട്ട് പോകുന്നതായി ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിയുകയും ചെയ്തു. ഈ 3 വർഷത്തെ കാനഡയിലെ ജീവിതത്തിൽ ഒരു വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകാവുന്ന പല സിറ്റുവേഷൻസിൽ നിന്നും ചെറുതും വലുതുമായ അനേകം കാര്യങ്ങളിൽ നിന്നും അമ്മ ഞങ്ങളെ വളരെയധികം അമ്മയെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ
ശരിക്കും പെയിനോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസോ അധികം ഫീൽ ആവാത്ത രീതിയിൽ അമ്മയുടെ സാന്ത്വനവും അമ്മയുടെ സ്നേഹവും സാമീപ്യവും ഞങ്ങൾക്ക് നിരന്തരം അനുഭവിക്കാനുള്ള കൃപ ഉടമ്പടി വഴിയായി മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്ക് എന്ത് രോഗം അവിടെ വന്നാലും ഉടനെ തന്നെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും അസുഖം ഹോസ്പിറ്റലിലോ എമർജൻസിയിലോ ഒന്നും പോകേണ്ട ഒരു സാഹചര്യം അമ്മ ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളിലും അമ്മ ഞങ്ങളെ വഴി നടത്തി. കൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ 2022 ഉടമ്പടി എടുത്ത ഉടനെ ബാംഗ്ലൂരിൽ പോയി അവിടെ മലയാളം പത്രം കൊണ്ടുപോയി മലയാളം പള്ളികളിൽ കൊടുത്തു. കൂടാതെ കാനഡയിൽ ചെന്ന് ഞാൻ ഇവിടുന്ന് കൊറിയർ അയപ്പിച്ചു. എൻ്റെ മാതാപിതാക്കളും എൻ്റെ ബന്ധുക്കളും വഴിയായി ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ന്യൂസ് ലെറ്റേഴ്സ് ഞാൻ കൊറിയർ അയച്ചു. അത് അവിടെയുള്ള ഫ്രഞ്ച് ആൾക്കാർക്കും എനിക്ക് ഫ്രഞ്ച് അറിയില്ല, പക്ഷെ ഞാൻ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്ത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അവരെല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ലീജിയൻ ഓഫ് മേരി എന്ന് പറയുന്ന സംഘടനയിലെ ഭാഗമായി അവിടുത്തെ ഇംഗ്ലീഷ് പാരിഷിൽ അതിന് ഭാഗമായി ഞങ്ങൾ റിട്ടയർമെൻറ്റ് ഹോംസ് എല്ലാം വിസിറ്റ് ചെയ്യും, നഴ്സിംഗ് ഹോംസ്, കെയർ ഹോംസ് വിസിറ്റ് ചെയ്യും. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുകയും അവരുടെ കൂടെ കൊന്ത ചെല്ലും, അവരുടെ കൂടെ ലിറ്റർജി ഓഫ് വേർഡ് വചനം വായിക്കുകയും റോസറി ചെല്ലുകയും അവരുടെ സംസാരിച്ച് സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. എൻ്റെ മകൾ എലീനാണെങ്കിലും എല്ലാവരോടും അമ്മ മാതാവിനെ പറ്റി അവൾക്ക് പറ്റാവുന്ന പോലെയൊക്കെ അവിടെ ചെന്ന് ആൾക്കാരോടൊക്കെ അമ്മയുടെ സാക്ഷ്യം പറയും. അമ്മയുടെ വലിയൊരു പ്രത്യക്ഷീകരണ സ്ഥലം ഇവിടെയുണ്ട് എന്ന് അവൾ പറയുകയും അമ്മയുടെ കൃപയിൽ അമ്മ അവളെ കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. ആത്മീയമായിട്ടും ഞങ്ങൾക്ക് വളരെയധികം ദൈവത്തോട് അടുക്കുവാനും ആവശ്യമില്ലാത്ത സിനിമകൾ കാണാതെ വേറെ കാര്യങ്ങൾക്കൊന്നും സമയം വേസ്റ്റായിട്ട് സ്പെൻഡ് ചെയ്യാതെ ആത്മീയ വിശുദ്ധീകരണ നടപടികളിലൂടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കുവാനും ഉള്ള ഒരു ആത്മീയ വിശുദ്ധീകരണവും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഒരു ശക്തിയും അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ ഉടമ്പടി വഴിയായി എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തതിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 43-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുന്നവനാണ് ദൈവം. കാരണം നാം ഉടമ്പടിയിലാണ്. ഇവിടെ രാജിയും ജീവിത പങ്കാളിയും ചേർന്നുള്ള ഒരു വലിയ സാക്ഷ്യമാണ് അവർ ഏറ്റുപറഞ്ഞത്. അവരുടെ കാനഡയിലേക്ക് പോകാനുള്ള കാനഡയിലുള്ള PR ലഭിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ മകൾ ഓൺലൈനായി ഉടമ്പടി എടുത്ത ഉടനെ തന്നെ അവർക്ക് കാനഡ അവരുടെ റെസിഡൻസ് വളരെ കൃത്യമായ PR ലഭിച്ചു എന്ന് ഈശോ തന്നെ അവരെ നേരിട്ടിടപെട്ട് അവർക്ക് PR നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. നമുക്കറിയാം, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നാമല്ല, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി സമയച്ചുരുക്കത്തിൽ അമ്മ നമുക്ക് നേടിത്തരുന്നത് ഈശോയിൽ നിന്ന്. ഇതിൻ്റെ ഒരു സാക്ഷ്യമാണ് രാജിയുടെ പങ്കുവച്ചത്. അവർക്ക് അവിടെ ചെന്നിട്ടുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരെ സഹായിക്കുകയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനൊരു നല്ല ജോലി നൽകി, അതും പരിശുദ്ധ അമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുത്ത് അവരുടെ എല്ലാ ഇൻ്റർവ്യൂസ് എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് അവരുടെ ജീവിതത്തെ അവിടെ വളരെ ആയാസകരമാക്കി തീർത്തതെന്ന് ഏറ്റുപറയുന്നു. അവർക്ക് അവിടെ ഒരു നല്ല വീട് വേണമായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് വേണമായിരുന്നു, അതുപോലെ തന്നെ കാറ് വേണമായിരുന്നു, മകൾക്ക് അവിടെ സ്കൂളിൽ അഡ്മിഷൻ വേണമായിരുന്നു. ഇതെല്ലാം അവർ പരിശുദ്ധ അമ്മയെ ഉടമ്പടിയിലൂടെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എല്ലാം കൃത്യസമയത്ത് അവരെ തൊട്ട് അനുഗ്രഹിച്ച ഒരു വലിയ സാക്ഷ്യമാണിത്. നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ കുടുംബം വളരെ കൃത്യമായി കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും ഈശോയെക്കുറിച്ച് സംസാരിക്കുകയും ഇവരുടെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഇവരുടെ സംസാര രീതികൾ എല്ലാം ഇന്ന് ഈശോയിലേക്കുള്ള ഒരു വലിയ ഫോക്കസാണ്. ഒരു തലമുറയെ വാർത്തെടുക്കുന്നത് കൂടിയാണ് ഈ സാക്ഷ്യം. കാരണം മകൾ കൂടെയുള്ളപ്പോൾ മകൾ ഇനി ഉടമ്പടിയെ, ഇതൊരു കൈമാറ്റം, വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ട്രഡീഷൻ കൈമാറുന്നത് പോലെ, നമ്മുടെ സമ്പത്ത് കൈമാറുന്നത് പോലെ മകൾക്ക് നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അനാവശ്യമായ സംസാരങ്ങളോ അത്യാവശ്യമില്ലാത്ത സിനിമകളോ ഒന്നും തന്നെ അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നില്ല. കാരണം അവർ ഉടമ്പടിയിലാണ്. വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ യുവാക്കളെയും ദമ്പതികളെയും കുടുംബജീവിതത്തെയും എല്ലാം ഇന്ന് രാജി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
നമുക്കൊരു സുവിശേഷ ഭാഗം എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവിടെ നിന്ന് എമ്മാവൂസിൽ എത്തേണ്ട സ്ഥലം എത്തിയപ്പോൾ പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വചനങ്ങൾ നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ല എന്ന്. ഉടമ്പടിയിലായിരിക്കുന്നവരുടെ എല്ലാം ഹൃദയങ്ങൾ സ്വയം ജ്വലിക്കുകയും മറ്റുള്ളവരെ ജ്വലിപ്പിക്കുവാൻ സാധിക്കുന്നത് അതൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രാജിക്കും കുടുംബത്തിനും ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നല്ലൊരു കയ്യടി നൽകി